ആശ്രമത്തിൽ പലവിധ സാമ്പത്തിക പ്രയാസങ്ങൾ വന്നപ്പോൾ കുറേ അമ്മമാരുടെ അടുത്തു നിന്ന് നമ്മൾ മെല്ലെ തമാശയൊക്കെ പറഞ്ഞ് കുറച്ച് സ്വർണ്ണമൊക്കെ മേടിച്ച് പണയം വെച്ചു. പണയം വെച്ച ആൾ ഇവിടെ തന്നെ ഉണ്ട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിദാനന്ദപുരി സ്വാമി അങ്ങേയറ്റം സ്നേഹിക്കുന്ന ചിലർ വന്ന് പറഞ്ഞു, അല്ല സ്വാമിജി, സ്വാമി ഇത്രയൊരു ഇന്നമാതിരി പണയം വെച്ചിട്ട് സ്വർണം കടം വാങ്ങിയെന്ന് കേട്ടുമല്ലോ. ഉണ്ട്, അത് കാർഷിക ലോണാക്കിയാൽ മതി, എന്നാൽ 4% പലിശ അടച്ചാൽ മതി. ഞാൻ പറഞ്ഞു, കാർഷിക ആവശ്യത്തിനല്ലല്ലോ അത് വാങ്ങിയത്, അത് കാർഷിക ആവശ്യത്തിനല്ല വാങ്ങിയത്, വേറെ ആവശ്യത്തിനാണ്. അതൊന്നും സാരമില്ല സ്വാമി, അതൊക്കെ എളുപ്പം നമുക്ക് ആക്കാം. ഞാൻ വീണ്ടും പറഞ്ഞു, അത് കാർഷിക ആവശ്യത്തിനല്ല, അത് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. കാർഷിക ആവശ്യത്തിന് ലോൺ എടുത്താൽ കൃഷി ഇറക്കണം, അല്ലാതെ കാറ് വാങ്ങാൻ കാർഷിക ആവശ്യത്തിന് ലോൺ എടുക്കരുത്, വീട് നന്നാക്കാൻ കാർഷിക ആവശ്യത്തിന് ലോൺ എടുക്കരുത്. കാർഷിക ആവശ്യത്തിന് ലോൺ എടുത്താൽ കൃഷി നടത്തണം. മൂന്നാമതും ഇയാൾ പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കേണ്ടി വന്നു, നിങ്ങൾ ആരോടാ പറയണമെന്ന് ഓർമ്മ ഉണ്ടോന്ന്. അല്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞ് അയാൾ തിരിച്ചുപോയി. സ്വാമിക്ക് വേണ്ടാച്ചാ വേണ്ട. എന്തുകൊണ്ടാണ്? ബാധ്യതകളെ കുറിച്ച് അറിയണം. അമ്മ എന്നെ പ്രസവിച്ചു, അമ്മ എനിക്ക് പാല് തന്നെ എന്നെ വളർത്തി ഇത്രയാക്കി. ഇനി അമ്മയോട് എനിക്ക് അവകാശങ്ങളല്ല, അമ്മയിൽ നിന്നുള്ള അവകാശങ്ങളല്ല പ്രധാനം, അമ്മയോടുള്ള ബാധ്യതകളാണ്. ഈ രാഷ്ട്രം നമ്മയൊക്കെ പെറ്റുപോറ്റി ഇന്നും ഇതാ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.